ഏലിയാ സ്ലീഹ മൂശാ കാലത്തിലെ സ്ലീഹ ഒന്നാം ഞായറിലെ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നീ നിന്റെ ജീവിത കുരിശും വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കണമെന്നാണ്. കുരിശിലാണ് രക്ഷ. ഈശോയെ പിഞ്ചെല്ലുന്നവന്റെ വഴി കുരിശിന്റെ വഴിയാണ്. ഒരു കഥ ഓർമ്മ വരികയാണ്. ഒരിക്കൽ ഏതാനും പേര് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. എല്ലാവരുടെയും തോളില് അവനവന്റെ ജീവിത കുരിശും. യാത്രയിൽ തളർന്നു വീഴുമ്പോഴും പിടഞ്ഞെണീക്കുന്നവരുണ്ട്. കുരിശിന്റെ ഭാരം താങ്ങി വേച്ചു പോകുമ്പോൾ ഹല്ലേലൂയ പാടുന്നവരുണ്ട്. കുരിശിന്റെ ഭാരം നിശബ്ദമായി സഹിക്കുന്നവരുണ്ട്. അങ്ങനെ അവരുടെ സ്വർഗീയ യാത്ര നീളുകയാണ്. പെട്ടെന്നൊരു മനുഷ്യന്റെ നിലവിളി ഉയർന്നു, ദൈവമേ, ഈ കുരിശിന്റെ ഭാരം എനിക്ക് താങ്ങാനാവുന്നില്ല, ഇതിന്റെ ഭാരം ഒന്ന് ലഘൂകരിക്കണമേ. അപ്പോൾ ദൈവം പറഞ്ഞു, ഇല്ല കുഞ്ഞേ, നിനക്ക് താങ്ങാനാവുന്നത്ര ഭാരമേ ഞാൻ നൽകിയിട്ടുള്ളൂ, ഇത് ചുമക്കാൻ നിനക്കാവും. എന്നാൽ അവൻ ദൈവത്തിന്റെ വാക്കു കേൾക്കാതെ വീണ്ടും നിലവിളിച്ചു. അങ്ങനെ ദൈവം അവന്റെ കുരിശിന്റെ അറ്റം മുറിച്ചു കൊടുത്ത് ഭാരം ലഘൂകരിച്ചു. യാത്ര മുന്നോട്ട് നീങ്ങി. ഇടവഴിയിൽ വെച്ച് അദ്ദേഹം വീണ്ടും നിലവിളിച്ചു, ദൈവമേ, ഇതിന്റെ ഭാരം ഒന്ന് ലഘൂകരിക്കണമേ, എനിക്കിത് താങ്ങാനാവുന്നില്ല. വീണ്ടും ദൈവം പറഞ്ഞു, ഇല്ല സഹോദര, നിന്നെ കൊണ്ട് താങ്ങാനാവുന്ന ഭാരമേ ഈ കുരിശിനുള്ളൂ, നിന്റെ കൂടെ ഞാനില്ലേ, നീ ധൈര്യമായി മുന്നോട്ട് പോവുക. എന്നാൽ അദ്ദേഹം നിലവിളി തുടർന്നു. ദൈവം അവൻ ചുമക്കുന്ന കുരിശ് മുറിച്ച് വീണ്ടും ചെറുതാക്കി കൊടുത്തു. അങ്ങനെ സ്വർഗീയ യാത്രയുടെ ജീവിതമാകുന്ന പല ഇടവഴികളിൽ വെച്ച് അദ്ദേഹം നിലവിളിച്ചു. അപ്പോഴെല്ലാം കാരുണ്യവാനായ ദൈവം അവന്റെ കുരിശിന്റെ ഭാരം ലഘൂകരിച്ചു. അങ്ങനെ അവർ സ്വർഗ കവാടത്തിൽ എത്താറായി. അപ്പോഴാണ് ഒരു വലിയ നീണ്ട നിര അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സ്വർഗവാതിലിന് മുൻപിൽ ഒരു വലിയ ഗർത്തം അല്ലെങ്കിൽ ഒരു കിടങ്ങ് കടക്കേണ്ടിയിരിക്കുന്നു. ഓരോരുത്തരും അവനവന്റെ കുരിശുകൾ ഈ കിടങ്ങിന് കുറുകെ വെച്ച് കുരിശിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ കുരിശ് യാത്രയിൽ നിലവിളിച്ചു കൊണ്ടിരുന്ന ഈ മനുഷ്യന്റെ ഊഴമെത്തി. അവൻ തന്റെ കുരിശ് കിടങ്ങിന് കുറുകെ വെച്ചതും കുരിശോടുകൂടി അവൻ പാതാളത്തിലേക്ക് നിപതിച്ചു. കാരണം അവന്റെ കുരിശിന്റെ നീളം ചെറുതായിരുന്നു. സ്നേഹമുള്ളവരെ, ഇതൊരു കഥയാണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന കഥ. നമ്മുടെയൊക്കെ ജീവിതം ഏതാണ്ട് ഇതുപോലെയാണ്. ജീവിത കുരിശും വഹിച്ചുകൊണ്ട് കാൽവരി കയറേണ്ട ജീവിതം. ചിലപ്പോൾ ജീവിത കുരിശിന്റെ ഭാരത്താല് കാൽതട്ടി വീണേക്കാം, വേച്ചു പോയേക്കാം, പിന്തിരിഞ്ഞു നോക്കിയേക്കാം, കിതച്ചു നിന്നേക്കാം. എങ്കിലും കുതിച്ചോടാൻ മറക്കരുത്, മടിക്കരുത്. കാരണം നിനക്കും എനിക്കും താങ്ങാനാവുന്നതേ അവൻ തരൂ. ചിലപ്പോ എന്റെ ദൈവമേ, ഞാൻ മടുത്തു എന്ന് നിലവിളിക്കാനായിരിക്കാം. മറ്റു ചിലപ്പോൾ ക്രിസ്തുവിന്റെ കുരിശിനെ വാരി പുണരാനായിരിക്കാം. എന്നാലും കുരിശിന്റെ ഭാരം കുറയ്ക്കാനല്ല, ആ കുരിശൊന്ന് താങ്ങാനുള്ള കൃപയ്ക്കായി നാം പ്രാർത്ഥിക്കണം. കുരിശിനെ ഓർത്ത് പിറുപിറുക്കരുത്. കുരിശിന്റെ വഴികൾക്ക് മുമ്പേ നീ അനുഭവിച്ച ഓശാന വഴികളെയും ലഭിക്കാനിരിക്കുന്ന ഉദ്ധാന മഹത്വത്തെയും ഓർക്കാതെ പോവരുത്. ഈ കുരിശിന്റെ വഴിയിലെ പിറുപിറുപ്പ് പണ്ടുമുതലേ ഒന്നാം വായനയിലെ സംഖ്യയുടെ പുസ്തകം 21 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളില് നമുക്കിത് കാണാനാകും. വിശന്നപ്പോൾ സ്വർഗം തുറന്ന് മന്നയും ദാഹിച്ചപ്പോൾ മധുരിക്കുന്ന ജലവും നൽകി ഇസ്രായേൽ ജനത്തെ കൊണ്ടു നടന്ന ദൈവം. എന്നാൽ അസംതൃപ്തിയുടെയും പിറുപിറുപ്പിന്റെയും എതിർപ്പിന്റെയും ജനമായി അവർ മാറുന്നു. ഇക്കാരണത്താല് ദൈവകോപം എന്നവണ്ണം അവർക്ക് സർപ്പദംശനമേൽക്കുന്നു. എന്നാല് ജനത്തിന്റെ രോദനം കേൾക്കുന്ന കാരുണ്യവാനായ ദൈവം അവർക്ക് രക്ഷ നൽകാനായി മോശയിലൂടെ പിച്ചള സർപ്പത്തെ ഉയർത്തുന്നു. പാപത്തിൽ നിന്ന് മനുഷ്യവർഗത്തിന് രക്ഷ പ്രദാനം ചെയ്യാനായി കുരിശിൽ ഉയർത്തപ്പെട്ട ഈശോയുടെ പ്രതീകമാണ് പിച്ചള സർപ്പം. പൗലോസ്ലീഹായും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അഭിമാനിക്കുന്നവൻ കർത്താവിന്റെ കുരിശിൽ അഭിമാനിക്കട്ടെ എന്ന്. ക്രിസ്ത്യാനിയുടെ ജീവിതം കുരിശിന്റെ ജീവിതമാണ്. ഇന്നത്തെ കഷ്ടതകളിലേക്ക് കണ്ണും നട്ടിരിക്കാതെ നാളെ ലഭിക്കാനിരിക്കുന്ന മഹത്വത്തിലേക്ക് കൺതുറക്കാൻ നമുക്കാവണം. സ്നേഹമുള്ളവരെ, കഷ്ടതകളും പങ്കപ്പാടുകളും ഇല്ലാത്ത മനുഷ്യര് ഈ ഭൂമിയിലില്ല. ചില കുരിശുകൾ നാം ചുമന്നേ തീരൂ. ഒരു പക്ഷേ ഞാനായിരിക്കുന്ന എൻ്റെ സമൂഹമായിരിക്കാം, പ്രിയപ്പെട്ട സുഹൃത്തായിരിക്കാം, ഇണയായും തുണയായും ലഭിച്ച ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം, സ്വപ്നം കണ്ടു വളർത്തിയ മക്കളായിരിക്കാം, എന്തുമാകാം, ആരുമാകാം. പിറുപിറുക്കാതെ കിതച്ചു വീഴുമ്പോഴും സ്വർഗത്തെ കണ്ട് നിത്യരക്ഷയെ, നിത്യജീവനെ കണ്ട് കുതിച്ചോടുവാന് നമുക്ക് പരിശ്രമിക്കാം. നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.